ഇപ്പോൾ ഗൈസ് എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റ് പ്രോഗ്രഷൻ ലെറ്റ്സ് പ്ലേ സർവൈവൽ സീരീസിൻ്റെ അടുത്തൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഈ നെതർ പോർട്ടൽ നമ്മൾ പണിതായിരുന്നു. അത് കഴിഞ്ഞ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഇട്ടായിരുന്നു, നമ്മളിവിടെ 100 ദിവസം കംപ്ലീറ്റ് ആക്കിയതിൻ്റെ. അപ്പം അത് കഴിഞ്ഞുള്ള എപ്പിസോഡാണ്. നമുക്ക് ഈ എപ്പിസോഡിൽ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കാം. ഇപ്പം ഈ എപ്പിസോഡ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീറ്റ് ഫാമും കുറച്ച് ക്യാരറ്റും പൊട്ടാറ്റോയൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പം അതൊക്കെ അതിൻ്റെ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ്. ഇപ്പം എന്താ പറയുക, ഇവിടെ ഇത്ര ഏരിയ ഉണ്ടല്ലോ, നമുക്കിവിടെ ഇപ്പം ഇത്ര ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള ഈ മരം കൊണ്ട് ക്ലിയർ ചെയ്ത് അവിടെ നിന്ന് ഇവിടെ വരെ, ഈ ഒരു ഏരിയ വരെ നമുക്ക് ആ ഒരു ഫാം ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു വഴിയും ഇവിടം വരെ, ഇപ്പോൾ ഈ രണ്ട് സൈഡിലപ്പോൾ അതിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ വരുന്ന ബാക്കി ഏരിയയിലോട്ട് നമ്മുടെ വില്ലേജ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടാണ്. ഇങ്ങോട്ട് ഫുള്ള് വില്ലേജ് ആയിരിക്കും. നമ്മളിവിടെ എല്ലാം ഇടിച്ച് നിരത്തി നല്ലൊരു ബിൽഡിംഗ് എല്ലാം പണി സെറ്റപ്പ് ആക്കിയിട്ട് നമ്മുടെ വില്ലേജ് വരെ എന്നിട്ട് നമ്മളവിടെ നിന്ന് കൊണ്ടുപോകും. ഇതാണ് ഇപ്പോൾ നമ്മുടെ പ്ലാന്. എന്തായാലും നമുക്ക് നമ്മുടെ പണിയിലോട്ട് കിടക്കാം. ഞാനെന്തായാലും ഇവിടെ ഇത്ര ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വരാം. ഇപ്പം നമ്മളിത് ഇവിടെ രണ്ട് സൈഡിലും ഫാം ഏരിയ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ഈ സൈഡ് ഫുള്ള് വീറ്റും ഇവിടെ നമ്മുടെ പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ ആയിട്ട് ഈ സൈഡിൽ ചെയ്തിട്ടുണ്ട്. ഒരു ക്യാരറ്റ് ഇവിടെ കിടക്കുന്നു. ഇപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇത് വരുന്നത്, ഫീൽഡ് വരുന്നത്, ഫാം ഫീൽഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇനി കുറേ സ്പ്രെഡ് ആക്കാനുണ്ട്. ഇവിടുന്ന് വളരുന്നതനുസരിച്ച് നമുക്കെടുത്ത് അങ്ങോട്ട് വെക്കാം. അപ്പോൾ ഈ സൈഡിൽ അതുപോലെ തന്നെയാണ്. പിന്നെ നമുക്ക് ഈ സാധനം എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു വീട് പണിയണം, ഇവിടെ ഒരു ഏരിയ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടൊരു വഴി ഇടണം നമ്മുടെ വില്ലേജിലോട്ട്. എൻ്റെ പുറകിലാണ് നമ്മൾ വില്ലേജ് പണി പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് അതിൻ്റെ പണി തുടങ്ങാം. നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇപ്പം ഇങ്ങനെയാണ് നമ്മുടെ ബിൽഡിൻ്റെ ഇത് വരുന്നത്, ബേസ് വരുന്നത്. ഇതിൻ്റെ മണ്ടക്കോട്ട് കെട്ടിപ്പൊക്കണം. ഏതായാലും സ്റ്റോൺ കട്ടറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എൻ്റെ പണി പറഞ്ഞപ്പോൾ അതും കൂടെ പണി കിട്ടുമെങ്കിൽ അപ്ഡേറ്റ് കേസ്. ഇപ്പോൾ നമ്മുടെ ബിൽഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് അവിടെയാണ് നമ്മുടെ ബിൽഡ്. അപ്പം അങ്ങോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഡീറ്റെയിലിങ്ങിൻ്റെ കുറച്ച് സാധനം കൂടെ എടുത്തുകൊണ്ട് പോകാം. എൻ്റെ കയ്യിൽ സ്പേസ് ഇല്ലല്ലോ, വെയിറ്റ്. ഓക്കെ, വേറെ കുറേ ലൈറ്റ് ഉണ്ട്. ഇപ്പം അങ്ങോട്ട് പോവാം. കേസ് അപ്പോൾ ഇതാണ് നമ്മുടെ ബിൽഡ്. നമ്മുടെ ഫാമിംഗ് ഏരിയ രണ്ട് സൈഡിലും നമ്മൾ നല്ലപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് നടുക്കൂടെ ഒരു വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണിപ്പം നമ്മൾ ഇതൊരു ചെറിയൊരു ബിൽഡാണ്. നമ്മൾ ഇവിടുന്ന് കിട്ടുന്നതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഒരുപാട് ചെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ഞാൻ അവിടെ നിന്ന് എല്ലാ സാധനം എടുത്തുകൂടെ കൊണ്ടുവെക്കാനൊന്നും പോകുന്നൊന്നുമില്ല. പിന്നൊരു ബിൽഡിങ് ചെയ്യുമ്പോൾ അതിൻ്റേതായൊരു ഇതുകൂടെ ചെയ്യണം. അതുകൊണ്ട് മാത്രം ഒരു ബിൽഡ് നമ്മൾ പണിത് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു പോട്ട്, ഇവിടെ ഒരു പോട്ട്, ഇവിടെ നോക്കിക്കട്ടെ. വതുക്കലാണ്, അത് കുഴപ്പമില്ല, ഒരു ഭംഗിയില്ല, ചാടാൻ പറ്റാത്ത. കേസ് ഇപ്പം നമ്മൾ അതും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റോറേജ് ഏരിയയും കാര്യങ്ങളൊക്കെ അതിനുള്ളത് സെറ്റായി. പിന്നെ ബിൽഡും സെറ്റായി. നമ്മുടെ ഫാമിംഗ് ഏരിയ സെറ്റ് ഇവിടെ ഫുള്ളൊന്ന് ഫില്ല് ചെയ്യണം. അതൊക്കെ ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളൂ, ഇപ്പോൾ വീഡിയോ ഇടണമല്ലോ.
2 ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ ഫുള്ളൊന്ന് ഫില്ല് ചെയ്യണം. അപ്പം ഇതിൽ ഇവിടെ നിന്ന് ഇങ്ങനെയായിരിക്കും നമുക്ക് അങ്ങോട്ട് വില്ലേജിലോട്ട് വഴി വരുന്നത്. ഇതിൻ്റെ പുറകിലായിരിക്കും നമ്മൾ വില്ലേജ് പണിയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പോൾ ഗൈസ്, ഇപ്പം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതെല്ലാം ഗൈസ്, നമുക്കിപ്പം അടുത്ത വീഡിയോ കാണാം.